നമസ്കാരം. ജീവാപോഡിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് ഫവാസ്. നമുക്ക് ചുറ്റുമുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങളും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുമുള്ള അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പുതിയ പഠനങ്ങളെക്കുറിച്ചുമുള്ള നല്ലൊരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ജീവാപോഡ് എന്ന പോഡ്കാസ്റ്റ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ഒരുപാട് വിദഗ്ധർ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അവരെ ഓരോരുത്തരെയുമായിരിക്കും ജീവാപോഡിലൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ജീവാപോഡിലെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് യോഗയുടെയും ആത്മാന്വേഷണത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിച്ച വൺ ഓഫ് ദ എക്സ്പേർട്ട് ഇൻ യോഗ കറൻ്റ്ലി ആചാര്യ ശ്രീ പി ഉണ്ണിരാമൻ സാറാണ്. 1951 കോഴിക്കോട് ജില്ലയിലെ കക്കോടിയിലാണ് ജനനം. ബദിരൂർ സ്കൂളിലെ പ്രൈമറി അധ്യാപകനായി ജീവിതം തുടങ്ങുന്നു. 23-ാം വയസ്സിലാണ് അദ്ദേഹം തൻ്റെ യഥാർത്ഥ ജീവിതപാത തിരിച്ചറിയുന്നത്. അനേകം വിഷയങ്ങളിൽ ആഴത്തിലേറിയ പരിജ്ഞാനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും നേടിയ അദ്ദേഹം 1984 നടന്ന അഖിലേന്ത്യാ യോഗ ചാമ്പ്യൻഷിപ്പ് പട്ടം കരസ്ഥമാക്കി. യോഗ ഒരു ജീവിതശൈലിയാണെന്ന സന്ദേശം ജീവിതത്തിലൂടെ മാതൃകയായി കാണിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. സർ, താങ്കളുടെ ജീവിതത്തിൽ യോഗ എങ്ങനെയായിരുന്നു? ഈ ജീവിതത്തിലോട്ടുള്ള ജേണി എങ്ങനെയായിരുന്നു? ശരിക്കും ഞാൻ യോഗ തുടങ്ങിയത് 23-ാം വയസ്സിൽ. അത് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പഠിക്കുകയായിരുന്നു. ആ കാലത്ത് ഒരു 84 വയസ്സുള്ള ഒരു യോഗി മനോഹരമായി യോഗ ഡെമോൺസ്ട്രേഷൻ ചെയ്തു വിദ്യാലയത്തിൽ വന്ന്. ആ നിമിഷം അത് ഞാൻ യോഗ ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം നമുക്ക് ഞാൻ ആരംഭിച്ചു. അങ്ങനെ ഞാൻ യോഗ പരിശീലിച്ച് 3 മാസം ഞാൻ കഠിനമായി ശ്രമിച്ച് പരിശീലിച്ച് കുറേ ആസനങ്ങൾ നല്ല ഭംഗി ചെയ്യാൻ ശീലിച്ചു. അതിനുശേഷം എനിക്ക് ഈ ഗുരുക്കന്മാരെ കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കോഴിക്കോടുള്ള അന്നത്തെ യോഗ ആചാര്യന്മാരെ കാണാൻ സാധിച്ചു. പിന്നീട് ഞാൻ യോഗയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പട്ടിയാല അവിടെ പോയിട്ടാണ് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സായത്. അതിനുശേഷം പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ബീഹാർ സ്കൂൾ യോഗയിൽ ക്രിയയോഗ എന്നൊരു കോഴ്സ് പങ്കെടുത്തു. പിന്നീട് ഓരോ യൂണിവേഴ്സിറ്റിയിൽ MG യൂണിവേഴ്സിറ്റി, അണ്ണാമല യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ കരസ്ഥമാക്കി. അതാണ് യോഗയിലേക്കുള്ള യാത്ര. എന്തുകൊണ്ടാണ് യോഗ ചെയ്യുമ്പോൾ തന്നെ, ഇപ്പോൾ യോഗ സ്റ്റാർട്ട് ചെയ്ത് തന്നെ പെട്ടെന്ന് തന്നെ അവർ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ അത് കിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? നമുക്കൊരു കൺസിസ്റ്റൻസിയോട് കൂടി ഒരു യോഗ എന്ന ഒരു ജേണിയാണല്ലോ അത്. ആ ജേണിയിലോട്ട് നീങ്ങാനുള്ള ഒരു പ്രധാന ഒരു മോട്ടീവായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എന്താണ്? യോഗ അത്ര എളുപ്പമല്ല സ്ഥിരമായി പരിശീലിക്കാൻ. കാരണം ഇത് ഇപ്പം ഈ യുവജനങ്ങൾക്ക് അവർക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് മൂമെൻറ്റ്സ് അതൊക്കെ വേണ്ടി. കുട്ടികളെ സംബന്ധിച്ചോളം വളരെ ശാന്തമായി ചെയ്യുന്ന അവർക്ക് ഇഷ്ടാവില്ല. ചടുലമായ ചലനങ്ങൾ വേണം. അപ്പോൾ അതാണ് അവർക്കിഷ്ടം. അപ്പം അവിടെ നമ്മൾ ഈ വളരെ ശാന്തമായിട്ട് യോഗ കൊടുത്താൽ അവർ ഇഷ്ടപ്പെടില്ല. കുറച്ച് കാലം ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. നേരെ വെച്ച് അവരെ സംബന്ധിച്ചോളം കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ യോഗയിൽ ചില ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് പറ്റുന്ന യോഗ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരത് സ്ഥിരമായി ചെയ്യും. അതേപോലെ യുവാക്കൾക്ക് അവർക്കും ചില ചടുലമായ ചലനങ്ങൾ വേണ്ടി വരും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ യോഗയിൽ അങ്ങനെ സംവിധാനമുണ്ട്. നമ്മളിപ്പോൾ കൊടുക്കുന്ന പല സ്കൂളിൽ കുട്ടികൾക്ക് ആ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ക്രമേണ അവരെ നമുക്ക് ശാന്തതയിലെത്തിക്കുക, ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ എത്തിക്കാം. അങ്ങനെയാകുമ്പം അവർ സ്ഥിരമായി പരിശീലിക്കും. അല്ലെങ്കിൽ എന്താവും? അത് മുടങ്ങിപ്പോവും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. യോഗശാസ്ത്രം പറയുന്നുണ്ട്, പതഞ്ജലി മഹർഷിയാണ് അതിന് യോഗയുടെ പിതാവ്. അത് എഴുതിയ പുസ്തകമുണ്ട്, പതഞ്ജലി യോഗസൂത്രം. അതിൽ പറയുന്നുണ്ട് ഒരു 9ഓളം കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാക്കും. നമുക്ക് യോഗ ആരംഭിച്ചു ഉടനെ എന്തെങ്കിലും തടസ്സം വരും, സ്റ്റോപ്പാവും, നിർത്തും. അത് തരണം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് പിന്നെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓൾറെഡി ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മനോശക്തിയാണ് ഏറ്റവും പ്രധാനം. അത്ര എളുപ്പമല്ല. ശരി. സർ, ശരിക്കും യോഗ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ശരീരവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? സാധാരണ മട്ടിൽ ഇപ്പം യോഗ എന്നുള്ള വാക്ക് തന്നെ കൂടിച്ചേരുക എന്നതിൻ്റെ അർത്ഥം. യൂണിയൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ശരിക്കും എന്ത് യൂണിയൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരവും മനസ്സുമായിട്ടുള്ള ചേർച്ച, അല്ലെ മനസ്സും ബുദ്ധിയുമായിട്ടുള്ള ചേർച്ച, അല്ലെ ബുദ്ധിയും ആത്മാവുമായിട്ടുള്ള ചേർച്ച,
അല്ലെ ആത്മാവും പരമാത്മാവുമായിട്ട് യൂണിവേഴ്സൽ സോളായിട്ട് ചർച്ച. ഈ ഒരു ചർച്ചയ്ക്കാണ് ഈ യോഗം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് എന്താ? ശരീരവും മനസ്സുകളും സന്തുലിതമായ അവസ്ഥയാണ്. അത് യോഗ പരിശീലിക്കുന്ന സമയത്ത് നമുക്കറിയാതെ കിട്ടുന്ന ഗുണമാണത്. ഒരു ബൈ പ്രൊഡക്റ്റ്. യോഗ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ശരിയായ അവസ്ഥയിലെത്തും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരിയായ അവസ്ഥ ലഭിക്കാൻ നമ്മുടെ യോഗ സഹായിക്കുന്നുണ്ട്. അപ്പോൾ യോഗ ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക സന്തുലിതമായ അവസ്ഥയ്ക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട്. അത് കാരണം ഉദാഹരണം യോഗ പരിശീലിക്കുന്ന ഒരാൾക്ക് നമ്മുടെ നട്ടെല്ലിൻ്റെ ഉൾഭാഗത്ത് 3 നാഡികൾ നമ്മൾ പഠിക്കുന്ന യോഗശാസ്ത്രത്തിൽ മധ്യത്തിൽ സുഷുപ്ന നാഡി, വലതുഭാഗത്ത് പിംഗള എന്ന നാഡിയും ഇടതുഭാഗത്ത് ഇടനാഡിയും. ഇവിടെ പിംഗള എന്ന നാഡി ശരീരമായിട്ട് ബന്ധമുണ്ട്, ഇടനാഡി മനസ്സുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ഈ യോഗയിൽ ഇപ്പോൾ പ്രാണായാമമുണ്ട്, നാഡീശുദ്ധി എന്ന പ്രാണായാമമുണ്ട്. ഈ പ്രാണായാമം ചെയ്യുമ്പം ഈ 2 നാഡികളെ ശരിയായ അവസ്ഥയിൽ എത്തി സന്തുലിതമാക്കി തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ശരീരവും മനസ്സും സന്തുലിതമായ അവസ്ഥയിൽ എത്തിക്കാൻ നമുക്ക് യോഗ വളരെയധികം സഹായിക്കുന്നുണ്ട്. സാർ, നമ്മുടെ ഈ ഒരു യോഗയെ പറ്റി ഇപ്പോൾ സാറ് പറഞ്ഞു, യോഗ ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണ്? നല്ല ചോദ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇപ്പോൾ രാവിലെ ചെയ്യണമെന്ന് പറയാൻ സാധിക്കാതെ വരും. അല്ല, അത് നമ്മുടെ ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഓരോ വ്യക്തിക്കും ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് നോക്കുക. ജോലി സംബന്ധമായിട്ട് ഒരാൾക്ക് അതിരാവിലെ പോകണമെങ്കിൽ അവരോട് രാവിലെ യോഗ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊരു പക്ഷേ രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ട് സമയം കിട്ടിയെന്ന് വരും. ഒരു വീട്ടമ്മയോട് പറയുകയാണ് രാവിലെ തന്നെ യോഗ ചെയ്യണമെന്നാണ്, കുട്ടികൾ സ്കൂളിൽ പോകാനൊക്കെ ഉണ്ടാവും, പ്രയാസം വരും. അപ്പോൾ അവർ നമ്മൾ പറയാറുള്ളത് ഉച്ചയ്ക്ക് മുമ്പ് യോഗ ചെയ്യാനാണ്. ഉച്ചയ്ക്ക് മുമ്പ് ചെയ്യുമ്പോൾ. ഇനി അതല്ല, ശരിയായ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിരാവിലെയാണ്. അതിനൊരു കാരണം കൊണ്ടുണ്ട്. നമ്മൾ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. ഉദയത്തിന് മുമ്പ് ഏകദേശം 3 മണിക്കൂർ മുമ്പാണ് തൊട്ട് തുടങ്ങും. അപ്പോൾ ഒരു 3 മണി മുതൽക്ക് 6-6:15 ഉദയം വരെ ആ സമയമാണ്. അത് പ്രകൃതിൻ്റെ ഏറ്റവും ശാന്തമായ സമയമാണ്. ഓരോ മനുഷ്യനും അവൻ്റെ മനസ്സിനെ ശാന്തതയിലെത്തിക്കാൻ എന്ത് പരിശീലിക്കുന്നുണ്ടോ ആ സമയത്താണ് പരിശീലിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രയോജനം കുറച്ചുകൂടി വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും പറ്റിയ സമയം ചോദിച്ചാൽ അതിരാവിലെയാണ്. പ്രഭാതം. സാർ ഇപ്പോൾ പറഞ്ഞു അതിരാവിലെയാണ് ഏറ്റവും നല്ല സമയം. നമ്മളിനി ഭക്ഷണ രീതിയിലോട്ട് വരികയാണ്. ഒരു യോഗിയുടെ ഭക്ഷണ രീതി എങ്ങനെ ആയിരിക്കണം? സാറിൻ്റെ ഭക്ഷണ രീതി എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ചിട്ടയിലോട്ട് വന്നതിന് ശേഷം മാറിയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും പ്രയാസം ഭക്ഷണത്തിൽ നിയന്ത്രണം വെക്കാനാണ്. അതെ, ഇന്നത്തെ കാലത്ത് അതത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരാൾ ക്ലാസ്സിൽ വന്നു, നിങ്ങൾ ഈ രീതിയിലെല്ലാം ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ അന്നപ്പം തന്നെ പോകും, കിറ്റ് ചെയ്യും. അപ്പം അവർ നമുക്ക് യോഗ ചെയ്യിച്ചിട്ട് ക്രമേണ ഈ തലത്തിലേക്ക് കൊണ്ടുവരിക വേണ്ടത്. അല്ലാതെ ഒരാൾ ഒരു കാര്യം പരിശീലിക്കാൻ വന്നിട്ട് മുടക്കി പറഞ്ഞാക്കിയല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അവരോട് ഭക്ഷണക്കാര്യമൊന്നും സൂചിപ്പിക്കാറില്ല. യോഗ ചെയ്ത് കുറച്ച് കഴിയുമ്പം നമ്മൾ ചെറിയ സൂചനകൾ കൊടുക്കും. ആ സൂചനകളിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തും. യോഗശാസ്ത്രം ഭക്ഷണ രീതി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഹഠയോഗം, ശരീര ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾ, പ്രാണായാമമൊക്കെ ഹഠയോഗത്തിൽപ്പെട്ടതാണ്. ഹഠയോഗം എന്നുള്ള പുസ്തകത്തിൽ ഭക്ഷണ രീതി കൃത്യമായി പറയുന്നുണ്ട്. പഥ്യമായ ഭക്ഷണം പറയുന്നുണ്ട്, വർജിക്കേണ്ട ഭക്ഷണവും പറയുന്നുണ്ട്. അത് കുറച്ച് സംസ്കൃതത്തിലാണ്. കട്വ അമ്ലതീഷ്ണ ലവണോഷ്ണ ഹരീതശാകം സൗവീര തൈലാതില ഷർഷവ മധ്യമത്സ്യാൻ ആജാതിമാംസ ദതി തക്രകുലത്ത കോലം പിണ്യാഗുഹിങ്കുലശൂനം അപത്യമാഹു. കട്ടും തീഷ്ണമായ കടുത്തത്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പഥ്യം അല്ലാത്തതാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും ക്ലാസ്സിൽ പറയാറില്ല. കാരണം എന്താ അറിയോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണ രീതിയിലേക്ക് വരുന്നതാണ് നല്ലത്. സാധാരണ ഞങ്ങൾ സൂചിപ്പിക്കാറില്ല, രാത്രി ഭക്ഷണം ലളിതാക്കുക. അരിഭക്ഷണം 3 നേരം കഴിക്കുന്നതിന് പകരം രാത്രിയെങ്കിലും അരിഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിന് പകരം റാഗി ഏറ്റവും നല്ലതാണ്. പച്ചക്കറികൾ കുറച്ചുകൂടി ചേർക്കുക. ഇളവൻ, മത്തൻ, ഇതൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ക്ഷാരാംശം ധാരാളം വന്നു.
ഓക്കെ. ഫൈബർ ധാരാളം വന്നു. ഫൈബർ വന്നു, ക്ഷാരാംശം വന്നു. നമ്മുടെ ശരീരത്തിൽ 80% ക്ഷാരാംശവും 20% അമ്ലമയ വേണ്ടത്. അതിനനുസരിച്ച് ഭക്ഷണ രീതി ആണെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് പച്ചക്കറികളും പഴങ്ങളും കുറച്ച് വർദ്ധിപ്പിക്കുക. നാരുകൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയിൽ പഴങ്ങൾ ധാരാളം വന്നല്ലോ, തവിടുള്ള ധാന്യങ്ങളിലും പയറുവർഗ്ഗം. അപ്പോൾ അതിൽ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഭക്ഷണരീതി കുറെ കൂടി നല്ലതാണ്. ഇനി വേറെ ഒരു കാര്യം കൂടി ഭക്ഷണത്തിൽ പറയുന്നുണ്ട്. ഭക്ഷണത്തിന് 3ആയി തരംതിരിക്കുന്നുണ്ട് ഗുണങ്ങൾ. അതായത് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ചീത്തയായ, പഴകിയ, ജീർണിച്ച അതൊക്കെ ഭക്ഷണം തമോ ഗുണമാണ്. രജോ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലരായിരിക്കും. ഇപ്പം മിലിറ്ററിക്കാർ, പോലീസുകാർ കുറച്ച് നല്ല ഭക്ഷണം വേണ്ടേ, നല്ല ഭക്ഷണം വെച്ചാൽ എനർജി കൂടുതൽ കിട്ടും, കായികക്ഷമത. അങ്ങനെയുള്ളതിന് രജോ ഗുണം ഉള്ള ഭക്ഷണം എന്ന് പറയും. സത്വഗുണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശാന്തതയാണ് വരിക. അത് പച്ചക്കറികൾ, പഴങ്ങൾ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ യോഗികൾക്ക് പറയുക ശരിക്കും സത്വഗുണമുള്ള ഭക്ഷണമാണ് പറയാറുണ്ട്. സാധാരണ ഒരാൾക്ക് നമ്മൾ ഒരു മിതമായ ഭക്ഷണ രീതി പറയാറുണ്ട്. ശരി സാർ, ഇപ്പോൾ ഭക്ഷണ രീതി കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. 3 തരം ഭക്ഷണ രീതികളുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോൾ സാറ് പറഞ്ഞ ഇൻഫർമേഷനിലൂടെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വേറെ യോഗയിൽ തന്നെ ഒരു പ്രത്യേക ടേം കേൾക്കുന്നതാണ് ഇൻറ്റൻസ് യോഗ എന്നുള്ളത്. പെട്ടെന്ന് നമുക്ക് ഒരു സാറ് നേരത്തെ പറഞ്ഞ പോലെ ചടുലമായിട്ട് എടുക്കുന്ന അത്. ഇപ്പോൾ ഇൻറ്റൻസ് യോഗയാണോ അതല്ല കൺസിസ്റ്റൻസി യോഗയാണോ സാധാരണ യോഗയിൽ ഏറ്റവും പ്രാധാന്യം? യഥാർത്ഥത്തിൽ യോഗയ്ക്ക് പതഞ്ജലി മഹർഷി തന്നെ ഫാദർ ഓഫ് യോഗ പറഞ്ഞ നിർവചന ഒറ്റ വാചക എന്താണ് ആസനം? സ്ഥിരം സുഖം ആസനം. ഒരു പോസിൽ അല്പനേരം നിന്ന് ചലനങ്ങളില്ലാതെ സ്ഥിരമായി നിൽക്കുന്ന അതാണ് യോഗയുടെ പ്രയോജനം വരിക, ഗുണം കിട്ടുക. കാരണം ശരീരത്തിൻ്റെ ദൃഢതയും മനസ്സിൻ്റെ ശാന്തതയും ഇതാണ് ഒരു ആസനം കൊണ്ട് കിട്ടേണ്ടത്. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ കുട്ടികളോട് അല്ലെ യുവാക്കളോടൊക്കെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രയാസം വരും. അവർക്ക് വേണ്ടതെന്നറിയാം ചടുലമായ ചലനങ്ങളാണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടുക. അങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കൊടുക്കുന്ന സംഭവമുണ്ട്. അത് ശരിക്ക് എന്താ വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് 10 മിനിറ്റോ 15 മിനിറ്റോ എടുത്താലും മതി. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് മൂമെൻറ്റ്സ് കൊടുക്കും. എന്നിട്ട് അവർ അതിലേക്ക് കൊണ്ടുവന്നിട്ട് ക്രമേണ അവർക്ക് ആ സ്ഥിരമായ അവസ്ഥയിലേക്ക് എത്തിക്കുക ചെയ്യാം. അതെ, കൺസിസ്റ്റൻസി കിട്ടുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുക ചെയ്യാം. അതാണ് കുറച്ചുകൂടി പ്രായോഗികം ശരിക്കും. അതാണോ യോഗ എന്ന് ചോദിച്ചാൽ അതല്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് യോഗ തലത്തിലേക്ക് എത്തിക്കാം. ഇന്നത്തെ സാഹചര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം മാനസിക സംഘർഷം, അവർക്ക് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഫാസ്റ്റ് മൂമെൻറ്റ്സ് കൊടുത്തിട്ട് പിന്നെ ക്രമേണ തലത്തിൽ ഈ ശാന്തതയെ എത്തിക്കും. അതാണ് റിസൾട്ട് കിട്ടുന്നത്. സാറ് പറഞ്ഞ പോലെ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഏറ്റവും ഒരു പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇൻറ്റൻസ് യോഗ എന്നുള്ളത്. ആ ഇൻറ്റൻസ് യോഗ അത് കുറച്ച് ഇതാവുമോ? അല്ല, പറഞ്ഞു. ഓക്കെ. ഇപ്പോൾ പുതിയ തലമുറയിലേക്ക് ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഇപ്പോൾ ബിസി ലൈഫാണ്. നമുക്ക് ആ ബിസി ലൈഫിൽ എത്രത്തോളം നമുക്ക് ഈ യോഗയും കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. നമ്മൾ ഇൻറ്റൻസ് യോഗയിൽ നിന്ന് പിന്നെ ഒരു കൺസിസ്റ്റൻസി മോഡിലോട്ട് അത് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ്, നമുക്കിപ്പോൾ അധിക സ്ത്രീകൾക്കും ഉള്ളൊരു സംശയമാണ് ഈ ആർത്തവ സമയത്ത് നമുക്ക് യോഗ ചെയ്യാൻ പാടുണ്ടോ, അതിലെന്തെങ്കിലും ദോഷഫലങ്ങൾ ശരീരത്തിന് വരാനുണ്ടോ എന്നുള്ളത്. അതിനെപ്പറ്റി എന്താണ് സാറിന്? ഞാൻ യോഗ രംഗത്ത് വന്നിട്ട് ഒരു 45 വർഷം പോലെയായി. യോഗ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 40 വർഷത്തിലേറെ യോഗ ക്ലാസ് കൊടുക്കാൻ തുടങ്ങി. ആ കാലഘട്ടം മുതൽക്ക് ഇന്ന് വരെ നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ സമയത്തും യോഗ ചെയ്യിച്ചിട്ടുണ്ട്. ഗർഭിണികൾക്ക് മാത്രം ചില ആസനങ്ങൾ ഒഴിവാക്കും, അങ്ങനെ ചില സമയം. അപ്പം ആർത്തവ സമയത്തും ക്ലാസ്സുകളിൽ വന്ന് യോഗ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നിർദ്ദേശം കൊടുക്കാറുണ്ട്, എന്തെങ്കിലും പ്രയാസം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അവർ ചില ആസനം, ഇപ്പോൾ ഉദാഹരണം ഭുജംഗാസനം, അങ്ങനെ ചില ആസനങ്ങൾ ഒഴിവാക്കാൻ പറയും. അല്ലാത്ത സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറയാറില്ല. ചില പുസ്തകങ്ങളിലും മറ്റൊക്കെ വായിച്ചിട്ടുണ്ട് ആർത്തവ സമയത്ത് യോഗ ചെയ്യരുതെന്ന്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല,
ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ യോഗ കൊടുക്കാറുണ്ട്. യോഗ കൊടുക്കാറുണ്ട്. അഡോളസൻസ് ഗേൾസിന് വേണ്ടി നമ്മൾ യോഗ ഒരു സ്റ്റഡി നടത്തി, ഒരു റിസർച്ച് ഗവേഷണ പഠനം നടത്തി. അത് വളരെ പ്രശസ്തമായ കോഴിക്കോടിലെ സ്കൂളിൽ +2 കുട്ടികൾക്ക് യോഗ കൊടുത്ത് ഒരു 3 മാസം യോഗ ചെയ്യിച്ചു. നല്ല സ്റ്റാൻഡേർഡൈസ് അതിന് നല്ല റിസൾട്ടും കിട്ടി. നമ്മളത് ഒരു ഇൻ്റർനാഷണൽ യോഗ സയൻസ് മാഗസിനിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമ്മുടെ സ്ഥാപനം ധാരാളം സ്റ്റഡി നടത്തുന്നുണ്ട്. വെറുതെ നമുക്ക് യോഗ ചെയ്യിച്ച് പോവുകയല്ല ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും പഠനം നടത്തി അതിൻ്റെ ശരിക്കും ഫലം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ മൂഡ് സ്വിങ്സ്, അതേപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം ഈ യോഗയിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. സ്ഥിരമായി പരിശീലിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഒരു 2 മാസം കൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഇത് വെറുതെ പറയല്ല, കുറേ കാലത്തെ അനുഭവം കൊണ്ടും നമ്മൾ നടത്തിയ പഠനം കൊണ്ടും മനസ്സിലായ കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ധാരാളം സ്ത്രീകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതിൽ എത്രയോ കുട്ടികൾ വന്ന് പറയുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തിന് തടസ്സം വന്നിട്ട് പോലും യോഗ ചെയ്തിട്ട് വളരെ മാറ്റം വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് ചെയ്യാം. എന്നാൽ ചില സ്ത്രീകൾക്ക് പ്രയാസമൊക്കെ അനുഭവപ്പെടുന്ന ഓവർ ബ്ലീഡിങ് വരെ അങ്ങനെയൊക്കെ പ്രയാസമുള്ളവരോട് നമ്മൾ ആ സമയത്ത് കുറച്ച് റെസ്റ്റ് എടുക്കാൻ തന്നെ പറയാറ്. ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഗോരക്ഷാസനം. ഈ ഒരു ആസനത്തിൻ്റെ പ്രത്യേകത, മോഹൻജദാരോ അവിടുന്ന് കുഴിച്ചെടുത്ത പശുപതി ശിവൻ്റെ വിഗ്രഹത്തിലുള്ള ഒരു പോസാണിത്. ഇത് വളരെ പ്രയാസമാണ് പരിശീലിക്കാൻ. ആസനങ്ങളിൽ വളരെ പ്രയാസം കൂടിയ ഒരു ആസനമാണിത്, ഗോരക്ഷാസനം. ഈ ഒരു ആസനത്തിൻ്റെ പേര് യോഗ ശയനം. നമ്മുടെ ശരീരത്തിന് വഴക്കം കിട്ടുമ്പോൾ മാത്രമേ ഇത് പരിശീലിക്കാവുള്ളൂ. ബുദ്ധിമുട്ട് ചെയ്യേണ്ടത് യാതൊരു കാര്യമില്ല. യോഗ ശയനം. ഈ ഒരു ആസനം ഒരു ബാലൻസിങ് പോസ്ചറാണ്. ഇതിൻ്റെ പേര് പക്ഷിയാസനം എന്ന് പറയാം, അല്ലെ ബഗാസനം എന്ന് പറയാം. ഇത് പത്മാസനം. മനസ്സിന് വളരെ ശാന്തതയിലെത്തിക്കാൻ പറ്റുന്ന ഒരു ആസനമാണ് ധ്യാനാസനം. ഇത് നല്ല പരിശീലനം കിട്ടിയാൽ നമുക്ക് ബദ്ധപത്മാസനം. സർ, ഇന്നത്തെ കാലത്ത് നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ, തിരക്കുള്ള ഒരു ബിസി ഷെഡ്യൂളാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ
ഇതിൽ നമ്മൾ ഒരു എത്ര നേരം ഇപ്പോൾ ആഹാരക്രമത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ സാറ് നമ്മുടെ മുമ്പ് തന്നെ നമ്മളായിട്ട് പങ്കുവെച്ചു. നമ്മൾ ശരിക്കും എത്ര നേരം ഉറങ്ങണം ഒരാൾ? ഉറക്കം ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ്. പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മുതിർന്ന ആൾ 6 മണിക്കൂർ ഉറങ്ങാമെന്ന് പറയാം. അതാണ് സാധാരണമായിട്ട് പറയാം. കുട്ടികൾക്കാണെങ്കിൽ ചെറിയ കുട്ടികൾ 10 മണിക്കൂർ, കുറച്ചുകൂടി പ്രായമായാൽ 8 മണിക്കൂർ, 7 മണിക്കൂർ, അതൊക്കെ പറയാം. എന്നാൽ ചില വ്യക്തികൾ കഠിനമായ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഉറക്കം കുറച്ചുകൂടി അധികം വേണ്ടി വരും. അപ്പോൾ അവർ ജോലി സംബന്ധമായിട്ട് അങ്ങനെയൊക്കെ ചില വ്യതിയാനങ്ങൾ വരുത്തേണ്ടി വരും. പൊതുവേ 6 മണിക്കൂർ നമുക്ക് പറയാം. 6 മണിക്കൂർ പറയാം. പിന്നെ കൃത്യമായി യോഗയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും ഒരു 10 മണിക്ക് കിടന്നാൽ സാധാരണ മട്ടിൽ 4 മണിക്ക് എഴുന്നേക്കുക, അല്ലെങ്കിൽ 3 മണിക്ക് എഴുന്നേക്കും. ശരിക്കും കൃത്യമായി യോഗ ചെയ്യുന്ന ഒരാൾ 3 മണിക്ക് എഴുന്നേക്കും. അതാണ് പ്രകൃതിയുടെ സംവിധാനം ശരിക്കും. ഓക്കെ. അപ്പോൾ ഒരു ശാന്തമായ ഉറക്കം, അതേപോലെ ഒരു ചിട്ടയായിട്ടുള്ള ഉറക്കം കിട്ടാനും യോഗ സഹായിക്കുന്നുണ്ട്. അത് സഹായിക്കും ശരിക്കും. അത് വളരെ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ആ കുട്ടികൾ എപ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുക അറിയുമോ? ചെറിയ കുട്ടികൾ 3 മണിക്കാണ്. ഓക്കെ. പ്രകൃതി ശരിക്കും ഉണർത്തുന്ന സമയം അതാണ്. പക്ഷെ അത് സാധിക്കില്ല, കാരണം ജോലി സംബന്ധമായിട്ടൊക്കെ പ്രയാസം, അതൊന്നും വേണ്ട. എന്നാൽ സാധാരണ മട്ടിൽ ഒരു 6 മണിക്കൂറാണ് ഉറക്കിന് നമുക്ക് എടുക്കേണ്ട സമയം. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു തലമുറ അനുഭവിക്കുന്ന, പ്രത്യേകം പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഒബിസിറ്റി എന്നുള്ളത്. നമ്മുടെ ഈ ഒരു ശരീരഭാരം കൂടുക. ഈ ശരീരഭാരം കൂടുക എന്നുള്ളത് നമുക്ക് ഈ ഒരു യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ശരീരഭാരം കുറക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒബിസിറ്റി കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ? ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അമിതമായ വണ്ണം, അമിതമായ ഭാരം ഇതൊക്കെ കുറയ്ക്കാൻ യോഗ വളരെ സഹായിക്കുന്നുണ്ട്. യോഗ ചെയ്ത് ശീലിക്കുന്ന ഒരാൾക്ക് ഭക്ഷണത്തിലും അറിയാതെ നിയന്ത്രണം വന്നോളും. നിർബന്ധിക്കാതെ തന്നെ അവർ ഉള്ളിൽ നിന്നൊരു താല്പര്യം വരും, ഭക്ഷണത്തിൽ നിയന്ത്രണം വരും. അപ്പം യോഗ ചെയ്യുകയും ചെയ്യാം. ഭക്ഷണത്തിലൊരു മിതമായ നിയന്ത്രണം വന്നാൽ നമുക്ക് അമിതമായ തടി കുറയ്ക്കാൻ പറ്റും. വളരെയധികം അനുഭവങ്ങൾ, ധാരാളം അനുഭവം ക്ലാസ്സിൽ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ നിത്യജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പോൾ നമ്മുടെ ഈ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു മൈൻഡ് സെറ്റിനെ, നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റിനെ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം? യോഗ എങ്ങനെയാണ് ഒരു മൈൻഡ് സെറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മൈൻഡ് സെറ്റ് ശരിയാക്കി എടുക്കാനാണ്. കാരണം നമുക്ക് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാനസിക പ്രയാസം അനുഭവിക്കുന്ന ധാരാളം വ്യക്തികൾ ക്ലാസ്സിൽ വരുന്നുണ്ട്. മാനസിക ഡിസോർഡറായിട്ട് പോലും അവിടെയൊക്കെ നമ്മൾ കൊടുക്കാറുള്ള യോഗ പരിശീലനമാണ് കൊടുക്കുന്നത്. അതെന്താ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അന്തസ്രാവ ഗന്ധികളിൽ വരുന്ന വ്യതിയാനം പല കാരണം കൊണ്ട് വരാം. ആ വ്യതിയാനം ശരിയായ തലത്തിലേക്ക് എത്തിക്കാൻ യോഗ നമ്മളെ വളരെ സഹായിക്കുന്നുണ്ട്. ഒരാൾ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയും, അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് അഡ്രിനാലിൻ കൂടുതൽ ശരീരത്തിൽ കലരും. പക്ഷെ കലരേണ്ട ആവശ്യമാണ് ആ സമയത്ത്. അത് കലർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം അമിതമായി നടക്കും. ഇങ്ങനെ അമിതമായി നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൃദയം അമിതമായി വർക്ക് ചെയ്യും, ശ്വാസകോശം അമിതമായി വർക്ക് ചെയ്യും, അങ്ങനെ ഓരോ പ്രവർത്തനവും അമിതമായി നടക്കും. അപ്പോൾ സ്ട്രെസ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ അതിനൊക്കെ നമ്മളെ സഹായിച്ചത് സിമ്പത്തറ്റിക് നാഡിയാണ്. എന്നാൽ ഇത് ഒക്കെ ശാന്തമായി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ശാന്തതയിൽ എത്തിക്കുന്നത് പാരാസിമ്പത്തറ്റിക്കാണ്. അപ്പോൾ നമുക്ക് യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സിമ്പത്തറ്റിക് നാഡിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുണ്ട്, എത്ര മാനസിക പ്രയാസമായാലും ശരി, മാനസിക സംഘർഷമായാലും ശരി, അത് ലഘൂകരിക്കാൻ യോഗ പരിശീലനം സഹായിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് പ്രാണായാമുണ്ട്, യോഗനിദ്ര ഉണ്ട്, ധ്യാനമുണ്ട്. ഇതൊക്കെ ഇതിന് സഹായിക്കുന്നതാണ്. ഒരു തരത്തിൽ ഒരു മെഡിറ്റേഷൻ തന്നെയാണ് യോഗ. ധ്യാനം പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് അഷ്ടാംഗ യോഗ എന്നാണ് പറയുന്നത്. അതിൽ 8 സ്റ്റെപ്പുകളാണ്: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി.
അങ്ങനെ 8 സ്റ്റെപ്പുകൾ ധ്യാനത്തിലൂടെയാണ് ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് പോകുന്നത്, മോക്ഷത്തിലോട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഒരു തരത്തിൽ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ തന്നെയാണ്. നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഫിസിക്കലി ഉള്ള ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് യോഗ സഹായിക്കുന്നു എന്നുള്ളത്. ഈ യോഗ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഭീതിയാണ്, ഒരു സംശയമാണ്. ഈ യോഗ അവർക്കുള്ള ഏതെങ്കിലും രോഗാവസ്ഥയെ അത് ട്രിഗർ ചെയ്യുമോ അഥവാ കൂട്ടുമോ എന്നുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള രോഗമുള്ള ആൾ, ഇപ്പോൾ ഒരു ആസ്മയുള്ള ആൾ യോഗ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടും. അതല്ല ഹൃദ്രോഗമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ യോഗ ചെയ്യുന്നതിലൂടെ അത് ട്രിഗർ ചെയ്യുമോ എന്നുള്ള ഒരു ഭയം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്താണ് സാറിന് അതിനെക്കുറിച്ചുള്ള പറയാനുള്ളത്? ഇന്ന് കാണുന്ന ഒട്ടനവധി അസുഖങ്ങൾക്ക് യോഗ അത് പരിഹാരം ഉണ്ടാക്കാൻ യോഗ സഹായിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നല്ല നടുവേദനയുള്ള ഒരാളാണ്, ആ വ്യക്തിക്ക് ചില ആസനം ചെയ്യാൻ പാടില്ല. ഉദാഹരണമായിട്ട് പശ്ചിമതാനാസനം ഞാനിന്ന് കാണിക്കത്. ഈ ഇരുത്തത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് കൈ ഉയർത്തി കാല് വിരൽ പിടിച്ച് ഇതാണ് പശ്ചിമതാനാസനം എന്ന് പറയും. ഇവിടെ എന്താ വെച്ചാൽ നട്ടെല്ലിനെ കിട്ടാത്തോളം മുന്നോട്ട് താഴ്ത്തി കൊണ്ടുവരും. ഇത് നടുവേദനയുള്ള ഒരാൾ ചെയ്താൽ അവർക്ക് നടുവേദന വർദ്ധിക്കും. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇത് ചെയ്യരുത്, ഇത് ഒഴിവാക്കുക ചെയ്യുക. ഇനി അതല്ല, ഇത് കുറച്ച് അവർക്ക് ചെറിയ തോതിൽ നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇതിന് ജാനുശിരാസനം പറയും. അത്ര പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ കാലം ഇതിങ്ങനെ മടക്കി വെച്ചു, പതുക്കെ ഈ കൈ ഒന്ന് ഇവിടെ പിടിക്കാൻ പറ്റി, അല്ലെങ്കിൽ കൈ ഇവിടെ വെച്ചു, ഒരല്പം ഈ ഒരു അവസ്ഥയിൽ ഇത്രയും എത്തുക. അവർക്ക് ഇത്ര പ്രയാസം ഇല്ലെങ്കിൽ ഇത് ചെയ്യാം. അല്ല നല്ല സിവിയർ പെയിൻ ആണെങ്കിൽ ഇത് ഒഴിവാക്കുക ചെയ്യാം. അങ്ങനെ ഓരോ ആസനം ഓരോ വ്യക്തികൾക്കും പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം യോഗ കൊടുക്കാൻ. ഉദാഹരണം, ഹൃദ്രോഗമുള്ള ഒരാൾക്ക് നമ്മൾ പ്രയാസമുള്ള ഒരു ആസനം കൊടുത്താലോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അവർക്ക് പറ്റുന്ന ആസനം ഉദാഹരണമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് കൈ ഇങ്ങനെ പൊക്കി ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ് അത് എഴുന്നേറ്റ് നിന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അർദ്ധകടി ചക്രാസനം എന്ന് പറയും. അത് സ്ട്രെച്ചിങ് എക്സസൈസാണ്. സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് ശരിക്കും ഹൃദ്രോഗത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് താടാസനം ഹൃദ്രോഗികൾക്ക് വളരെ പ്രയോജനം ചെയ്യാം. താടാസനം എഴുന്നേറ്റ് നിന്നിട്ട് നല്ലോണം വലിച്ചിൽ കിട്ടും, അല്പനേരം അവിടെ തന്നെ നിർത്തും, ശ്വാസം വിട്ട് താഴ്ത്തുകയും ചെയ്യും. ഇത് പറയുക താടാസനം എന്ന് പറയും. എഴുന്നേറ്റ് നിന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഒരാൾക്ക് എഴുന്നേറ്റ് നിന്ന് ചെയ്യാൻ പറ്റുന്നില്ലേ, കസാര ഇരുന്ന് ചെയ്യാം. രോഗാവസ്ഥയിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, കസാര ഇരുത്തി ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധ വേണ്ടത് രോഗത്തിൻ്റെ അവസ്ഥ നോക്കിക്കൊണ്ട് വേണം യോഗ കൊടുക്കാൻ. അത് യോഗ പഠിപ്പിക്കുന്ന ആൾക്ക് വളരെ വ്യക്തമായ ബോധം വേണം. ഇന്ന അസുഖത്തിന് ഇന്ന ആസനം കൊടുക്കരുത്, അല്ല ഇന്ന ആസനം ഉപയുക്തമാണ്, നല്ല ബോധമുള്ള ഒരാൾക്ക് വേണം, അവരെത്തുനിന്ന് വേണം പഠിച്ചെടുക്കാൻ. അത്രയാണ്. നല്ലൊരു ട്രെയിനറായിട്ട് വേണം. അതാണ് സ്വയമായിട്ട് ഇതേപോലെ ഈ കാര്യങ്ങളൊന്നും പരിശീലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്വന്തമായിട്ട് ഇപ്പോൾ ഇതായിട്ട് എന്തെങ്കിലും അസുഖമുള്ള ഒരാൾ ഒരു യോഗേൻ്റെ ഒരു അധ്യാപകൻ്റെ അടുത്ത് നിന്ന് സഹായം തേടിക്കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. ഇപ്പോൾ ഈ സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളും ഇതേപോലെ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഈ രക്തചംക്രമണം കൂടും, സർക്കുലേഷൻ കൂടുക, അങ്ങനെ എന്തെങ്കിലും? അതെ, ശരിക്കും ഹൃദ്രോഗത്തിനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഉദാഹരണമായിട്ട് ശ്വാസ തടസ്സമുള്ള ഒരാളാണ്. ഓക്കെ. ശ്വാസ തടസ്സമുള്ള ഒരാൾക്ക് ഏറ്റവും ഉപയുക്തമായ ഒരു ആസനമാണ് നിന്നുകൊണ്ട് നമ്മൾ അർദ്ധകടി ചക്രാസനം. അത് ഞാനൊന്ന് കാണിക്കാം. അർദ്ധകടി ചക്രാസനം നിവർന്ന് നിൽക്കുന്ന, ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് കൈ ഇതുപോലെ ഇവിടെ എത്തിക്കുന്നു, കൈ കുത്തനെ വരെ ഉയർത്തുക. ഇത് ശ്വാസം എടുത്തിട്ടാണ്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഈ കൈ ഇടത് ഭാഗത്തേക്ക് ചരിച്ചു, തല ഒരല്പം ചരിച്ചു, ഇടത് കൈയിൻ്റെ വിരൽ താഴ്ന്ന് കാൽമുട്ട് വരെ എത്തി. അപ്പോൾ എൻ്റെ വലത് ഭാഗത്ത് വാരിയലിൻ്റെ ഭാഗത്ത് നല്ല വലിച്ചിൽ കിട്ടുന്നു. ഇനി വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കുത്തനെ ഉയർത്തുന്നു, ശ്വാസം വിട്ടുകൊണ്ട് കൈ പതുക്കെ താഴ്ത്തി താഴെ വരെ എത്തുന്നു.
ഇതേപോലെ തന്നെ ഇടത് ഭാഗവും പരിശീലിക്കുന്നു. അപ്പോൾ ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിഞ്ഞിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വാരിയെല്ലിൻ്റെ ആ വാരിയെല്ലിൻ്റെ ഇടയ്ക്കുള്ള പേശികൾ വലിഞ്ഞിരിക്കും. ഇതിന് പറയും ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയും. ആ പേശികൾ വലിഞ്ഞിരിക്കുമ്പം ശ്വാസകോശത്തിൻ്റെ വികാസം വരും. അപ്പോൾ ശ്വാസം ശരിയായി ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കും. സങ്കോചിക്കുമ്പം നമ്മൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളാനും എളുപ്പമാവും. അപ്പോൾ അങ്ങനെ ഓരോ ചലനവും ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ശ്വാസ തടസ്സമുള്ള ആളുകൾക്ക്, ആസ്മ ഉള്ള ആളുകൾക്ക്, ഹൃദ്രോഗമുള്ള ആളുകൾക്ക് ഇതൊക്കെ നമുക്ക് യോഗ സഹായിക്കും. സർ, യോഗ പരിശീലനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുത്തേണ്ടത്? യോഗശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ ഒരു 8 സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് യമം നിയമം എന്നുള്ള. യമം എന്നുള്ളത് നമ്മുടെ ശരിക്ക് സോഷ്യൽ കൺട്രോളാണ്, സാമൂഹികപരമായ ചില നിയന്ത്രണങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു 5 കാര്യം പറയുന്നുണ്ട്. ഇത് ശാസ്ത്രീയമായി പറയുകയാണ്. ഇപ്പോൾ സാധാരണ ഒരു ക്ലാസ്സിൽ വരുന്നവരോട് നമ്മളിത് പറയേണ്ട കാര്യമില്ല, കാരണം അവരോട് ഇതൊക്കെ പറഞ്ഞാൽ അതൊന്നും ആവശ്യമില്ല. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ യമം എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യം, അസ്തേയം എന്നാണ്, കളവ് പറയാതിരിക്കുക, ബ്രഹ്മചര്യം, അപരിഗ്രഹം, മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. ഇങ്ങനെ ഒരു 5 കാര്യങ്ങളാണ് നമ്മുടെ ഒരു സാമൂഹികപരമായ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ശരിക്കും ഒരു ക്വാളിഫിക്കേഷൻ. രണ്ടാമതായി പറഞ്ഞത് നിയമം എന്നൊരു കാര്യം. അത് വ്യക്തിപരമായ ശുചീകരണം. അതെന്തെല്ലാമെന്ന് ചോദിച്ചാൽ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഇങ്ങനെ ഒരു 5 കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായ ശുചീകരണം കൂടി അതിൽ വന്നു. ഈ 2 കാര്യവും അനുഷ്ഠിച്ചുകൊണ്ടാണ് യോഗ ചെയ്യുന്നതെങ്കിൽ, പരിശീലിക്കുന്നതെങ്കിൽ അത് വളരെ ഉത്തമമാണ്. പണ്ട് കാലത്ത് ഇതാണ് അനുവർത്തിച്ചത്. അത് യമം, നിയമം, ആസനം, പ്രാണായാമം, അങ്ങനെ പോകുന്നുണ്ടത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ സത്യം പറയണം, അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇത് അനുഷ്ഠിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ യോഗ ചെയ്ത് ആസനങ്ങൾ ചെയ്ത് പരിശീലിച്ച് വരുമ്പം അറിയാതെ നേടേണ്ട ചില ഗുണങ്ങളാണ് ഇതൊക്കെ. ഇത് യഥാർത്ഥത്തിൽ യോഗയുടെ ക്വാളിഫിക്കേഷൻ എന്നാണ്, യോഗ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്നാണ് യമം നിയമം അനുഷ്ഠിക്കണം ശരിക്കും. അപ്പോൾ 8 സ്റ്റെപ്സിലുള്ള യമം നിയമം എന്നുള്ള ഈ 2 സ്റ്റെപ്സാണ് നമ്മുടെ ഒരു വ്യക്തി യോഗ എന്നുള്ള ഈ ഒരു ജേണിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് അനുവർത്തിക്കേണ്ടത്. പക്ഷേ എന്താ, ഈ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണം, അത് പെട്ടെന്ന് അത് നിർബന്ധിക്കാതെ അവർ യോഗ ചെയ്യിച്ച് ആ ഗുണത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് വേണ്ടത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് യോഗ സെൻറ്റേഴ്സ് കാണുന്നുണ്ട്. മോഡേൺ യോഗ, അതുപോലെ തന്നെ ട്രഡീഷണൽ യോഗ. ഈ മോഡേൺ യോഗയും ട്രഡീഷണൽ യോഗയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ ഒരു ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു യോഗ എന്നുള്ള ഈ ഒരു ജീവിത രീതിയെ ജനകീയവൽക്കരിക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതേപോലെ തന്നെ ട്രഡീഷണൽ യോഗ, മോഡേൺ യോഗ എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? യോഗ കാലഘട്ടത്തിനനുസരിച്ച് യോഗ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. മുമ്പ് കാലത്ത് പ്രീ വേദിക് യോഗ എന്ന്, വേദിക് യോഗ, പിന്നെ നമുക്ക് ക്ലാസിക്കൽ യോഗ, പിന്നെ നമുക്ക് പോസ്റ്റ് ക്ലാസിക്കൽ യോഗ, മോഡേൺ യോഗ, ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതെന്തിനാണ് തരംതിരിച്ചതെന്ന് ചോദിച്ചാൽ, ആദ്യകാലത്ത് നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയത് പാരമ്പര്യ രീതിയിൽ ഇങ്ങനെ കൈമാറി വന്നതാണ്. അതാണ് നമ്മൾ പൈതൃകം എന്ന് പറയുന്നത്. പക്ഷേ അത് അതേ തനതായ ശൈലി പോരണമെന്ന് പറയുന്നത് ശരിയല്ല. കാരണം എന്താ അറിയോ, ഇന്നിപ്പം വിദേശികളോട് നമ്മൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ വ്യതിയാനം വരുത്തിയിട്ട് മോഡേൺ യോഗ എന്നുള്ള തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ചില ആസനങ്ങളിൽ തന്നെ ചില വ്യതിയാനം വരുത്തിക്കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. തെറ്റില്ല, കാരണം അവർക്കത് സ്വീകാര്യം അങ്ങനെയാണ്. ക്രമേണ അതിലൂടെ അവർക്ക് എന്താവും, പഴയ സ്റ്റൈലിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് തെറ്റ് പറയൂല, മോഡേൺ യോഗ നമുക്ക് തെറ്റല്ല. നമുക്ക് ആധുനിക സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ച് യോഗയെ നല്ല ആധുനികവൽക്കരിക്കപ്പെടാം, തെറ്റില്ല. എന്നാൽ പാരമ്പര്യ രീതിയിൽ അതും നമുക്ക് തെറ്റില്ല, അത് അതേ നടന്നോട്ടെ. ഞങ്ങളിവിടെ അധികവും ആ പാരമ്പര്യ രീതി തന്നെയാണ്
സാമ്പ്രദായിക രീതി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ട്രഡീഷണൽ അതേ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ട്രഡീഷണൽ യോഗ അല്ലെങ്കിൽ മോഡേൺ യോഗ രണ്ടും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്കത് മാറ്റാവുന്നതാണ് എന്നുള്ളതാണ്. സാറിൻ്റെ ഈ ഒരു കരിയറിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ ഒരു പോസ്റ്റർ ഏതായിരുന്നു? ബുദ്ധിമുട്ടേറിയ ഒരു യോഗാസനം ഏതായിരുന്നു? ഒന്ന് ഗോരക്ഷാസനം എന്നൊരു ആസനമുണ്ട്. അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാണ്. ഇത് ഗോരക്ഷാസനം. ഇത് വളരെ പ്രയാസമുള്ള ഒരു ആസനമാണ്. പക്ഷേ ഞാനിത് കുറച്ച് പരിശീലിച്ചപ്പോൾ എനിക്ക് സുഖമായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ആസനം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ആസനത്തിൽ തന്നെ അരമണിക്കൂർ ഇരിക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ. ധ്യാനത്തിനും ഈ ഒരു ആസനം എടുക്കുക. ഇതിന് ഗോരക്ഷാസനം എന്ന് പറയും. ഇത് ശീലിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ശീലിക്കാത്ത ഒരാൾക്ക് കുറച്ച് പ്രയാസമുണ്ട്. കുറച്ചല്ല, നല്ല പ്രയാസമുണ്ട്. പിന്നെ മറ്റൊരാസനം ഓങ്കാരാസനം. ഓങ്കാരാസനം ഇന്നിപ്പോൾ കുട്ടികൾ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. ധാരാളം യോഗ മത്സരങ്ങളുണ്ട്. അതിൽ ചെറിയ കുട്ടികളൊക്കെ നന്നായി ചെയ്യുന്ന ഒരുപാട് പ്രയാസമുള്ള ആസനം കുട്ടികൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതിലൊന്ന് ഇതാണ് ഓങ്കാരാസനം. ഓങ്കാരാസനം എന്ന് പറയുമ്പോൾ അത് കുറച്ച് നല്ല പ്രയാസമുള്ള ഒരു ആസനമാണ്. കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഓം എന്നുള്ള അക്ഷരം എഴുതിയ പോലെ നമ്മുടെ ശരീരം ആ അവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ടാണ് ഇതിന് ഓങ്കാരാസനം എന്ന പേര് വന്നത്. ഇത് നല്ല പ്രയാസമുള്ള ഒരു ആസനമാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചോളം ഇത് എളുപ്പമാണ്, വലിയ പ്രയാസമില്ല. ഫ്ലെക്സിബിൾ ബോഡി ചെറിയ പ്രായത്തിൽ ശീലിക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റും. ഇന്ന് യോഗ കോമ്പറ്റീഷൻ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മത്സരത്തിന് ഈ ഒരു ആസനം ഉണ്ട്. പക്ഷെ കുറച്ച് പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ എളുപ്പമല്ല, നല്ല പ്രയാസമുള്ള ഒരു ആസനമാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ സ്ഥിരമായി ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഇത് മുടങ്ങാതെ ചെയ്യാറുണ്ട്. മുടങ്ങാതെ ചെയ്യുന്ന ഒരു യോഗാസനം. അതെ, ഞാൻ ഈ ഗോരക്ഷാസനം സ്ഥിരമായി ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അല്ലാതെ കുറേ ആസനം സ്ഥിരമായി ചെയ്യുന്ന കുറേ ആസനമുണ്ട്. അത് കാരണം എന്താ പറയുക, ഞങ്ങളൊക്കെ സാധാരണ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 2-2.5 മണിക്കൂറൊക്കെ യോഗ ചെയ്തിട്ടേ പുറത്ത് പോകാറുള്ളൂ ദിവസവും. രാവിലെ ഒരു 5 മണിക്ക് ക്ലാസ് പോകണമെങ്കിൽ പോലും യോഗ ചെയ്തിട്ടേ ഇറങ്ങാറുള്ളൂ. അത് ശീലമായി മാറിയത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു തലമുറ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒന്നാണ് ഇമോഷണലി ഒരു ഡാമേജ് അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് വരുന്ന കോൺസിക്വൻസസ്. ഈ ഇമോഷണലി നമ്മുടെ മൈൻഡിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇമോഷണലി സ്ട്രെങ്തൻ കിട്ടാൻ വേണ്ടിയിട്ട് യോഗ എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്? ഈ ആധുനിക കാലത്ത് ഒരുപാട് വ്യക്തികൾ അനുഭവിക്കുന്ന പ്രയാസമാണ് ഇമോഷണൽ ഇംബാലൻസ്. ഇമോഷണൽ ഇംബാലൻസ് നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ധാരാളം ആളുകൾ അതിനു വേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ ശരിക്കും ഒരു 2 ആഴ്ച 3 ആഴ്ച യോഗ ചെയ്യുമ്പോഴേക്കും വളരെ മാറ്റം വരുന്നുണ്ട്. അതിനൊരു കാരണം യോഗശാസ്ത്രത്തിൽ അതിന് ശാസ്ത്രീയമായ കാഴ്ചപ്പാടുണ്ട്. അത് സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ നട്ടെല്ലിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ പ്രാണിക് സെൻറ്റേഴ്സ് എന്ന് പറയുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. കീറി മുറിച്ച കാണുന്നതല്ല, മൈന്യൂട്ടാണ്. ആ സെൻറ്റേഴ്സ് നമ്മൾ ഷഡാധാരം എന്ന് പറയും, ഷഡ് ചക്രാസ് എന്നൊക്കെ പറയും. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ അത് വളരെയധികം പ്രാധാന്യമുണ്ട്.
ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഏറ്റവും താഴത്തെ ആ പ്രാണിക് സെൻറ്റേഴ്സിന് മൂലാധാരം എന്ന് പറയും. ആ മൂലാധാരം ശുദ്ധമായാൽ വളരെ എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും. മൂലാധാരം മലിനപ്പെട്ടാലോ ഇരിക്കും, പെട്ടെന്ന് അങ്ങോട്ട് ചാടും, പിന്നെ അങ്ങോട്ട് പോകും, അങ്ങനെ ചാടിപ്പോണ്ട് സ്വസ്ഥത ഉണ്ടാവില്ല. ഇതുപോലെ ഇപ്പോൾ നെഞ്ചിൻ്റെ ഉൾഭാഗത്ത് അതിന് പറയാം അനാഹത ചക്രം എന്ന് പറയാം. ശരിക്കും നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും പ്രയാസം കൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് കൈ വെക്കുന്നത്, എന്തുകൊണ്ട് കൈ ഇവിടെ വെച്ചുകൂടാ? എല്ലാവരും ഇവിടെ വെക്കുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത നമ്മൾ നെഞ്ചിൻ്റെ ഭാഗത്തുണ്ട്. യോഗശാസ്ത്രം പറയുകയാണെങ്കിൽ ഇമോഷണൽ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഈ അനാഹത ചക്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രാണിക് സെൻറ്ററാണ് സഹായിക്കുന്നത്. അതിന് അനാഹത ചക്രം എന്നാണ് പറയുക. ഇത് സ്നേഹത്തിൻ്റെ ഇരിപ്പിടം നമ്മൾ പറയാറുണ്ട്. അത് മലിനപ്പെട്ടാൽ ലോകത്തിൽ മുഴുവൻ വസ്തുക്കൾ വെറുപ്പായിരിക്കും. നമുക്ക് സ്നേഹം ഉണ്ടാവില്ല. വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ അടുത്ത് വന്നാൽ പോലും നമുക്ക് വെറുപ്പായിരിക്കും. ഭക്ഷണത്തിന് പോലും വെറുപ്പായിരിക്കും. അത് ശുദ്ധമായാലോ സ്നേഹത്തിൻ്റെ അപാരമായൊരു അവസ്ഥയ്ക്കുണ്ടായി. സ്നേഹത്തിൻ്റെ അവസ്ഥ ശരിക്കും സ്നേഹമായിരിക്കും നമ്മുടെ മനസ്സ്. ശരിക്കും ഒരു മനുഷ്യൻ്റെ മനസ്സെന്നുണ്ടെങ്കിൽ സ്നേഹസമ്പന്നമാണ്. അത് ശരിക്കും അറിയാം. എങ്ങനെയാണെന്ന് അറിയോ? ചെറിയ കുട്ടികളാണ് നമ്മൾ. ചെറിയ കുട്ടികൾ മനസ്സ് നിർമ്മലമായിരിക്കും, ഹൃദയ ശുദ്ധമായിരിക്കും, അനാഹത ചക്ര ശുദ്ധമായിരിക്കും, മാലിന്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ നിഷ്കളങ്കമായ പുഞ്ചിരി വരുന്നത്. നമ്മുടെ വായി എടുക്കാൻ അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവർ ആ നിഷ്കളങ്കത കൊണ്ടാണ്. അതാണ് ശരിക്കും ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണോ നമ്മൾ ഈ അനാഹത ചക്രം ശുദ്ധാക്കി എടുക്കണം. യോഗയിൽ അതിന് ഒരുപാട് സംവിധാനമുണ്ട്. പല ആസനങ്ങൾ ചെയ്യുമ്പോൾ അത് ശുദ്ധാകുന്നുണ്ട്, പ്രാണായാമം ചെയ്യുമ്പോൾ ശുദ്ധാകുന്നുണ്ട്, ധ്യാനം ചെയ്യുമ്പോൾ ശുദ്ധാകുന്നുണ്ട്. ഓ, അതിന് വേറെ യോഗയിൽ കുറേ ടെക്നിക്കുകളും ഉണ്ട് കേട്ടോ. ധ്യാനത്തിലൊക്കെ നമുക്ക് ചില ശബ്ദങ്ങൾ കൊണ്ട് ആ ചക്രങ്ങൾ ശുദ്ധീകരിക്കുന്ന സംവിധാനമുണ്ട്. അത് കുറച്ചുകൂടി നമ്മൾ സാധാരണ ക്ലാസ്സിൽ നിന്നല്ല, കുറച്ചുകൂടി അഡ്വാൻസിലേക്ക് പോകുമ്പോൾ ശീലിക്കുന്ന ഒരു സംവിധാനമാണ്. എനിക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ മനസ്സും ശ്വാസവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാതെ യോഗ പഠിക്കാൻ പറ്റുമോ? ഞങ്ങൾ ആര് ക്ലാസ്സിൽ വന്നാലും ആദ്യം തന്നെ നമ്മൾ പരിശീലിപ്പിക്കുന്നതെന്ന് വെച്ചാൽ 2 ശ്വാസത്തിൻ്റെ രീതികളാണ്. ശ്വാസം എടുക്കേണ്ടതും വിടേണ്ട രീതി പറഞ്ഞു കൊടുക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ മനസ്സും ശ്വാസവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഒരാളോട് പറയാം, നിങ്ങൾ മനസ്സിൽ പ്രയാസമുള്ള ഒരാളോട് നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? സാധിക്കില്ല. നമുക്ക് ലോകത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂല. ഏറ്റവും പ്രയാസമാണത്. നേരെ മനസ്സ് അവരോട് ശ്വാസം എടുക്കുന്നതും വിടുന്നതും ശ്രദ്ധിക്കാൻ പറഞ്ഞാലോ സുഖമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുക, നീട്ടി ശ്വാസം എടുക്കുക, നീട്ടി ശ്വാസം വിടുക. അപ്പോൾ ഇത് കുറച്ച് ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ ശ്വാസവും മനസ്സും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് യോഗ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രയോജനം വളരെ വർദ്ധിക്കും. നിങ്ങൾ ക്ലാസ്സിലൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന്. ഓക്കെ, അപ്പോൾ മനസ്സും ശ്വാസവും തമ്മിലുള്ള ഒരു അഭേദ്യ ബന്ധമുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യോഗ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സും ശ്വാസവും തമ്മിലുള്ള ബന്ധം നമ്മുടെ യോഗ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം സഹായിക്കുമെന്ന് സാറ് പറഞ്ഞു. നമ്മൾ മനസ്സിനെ നമുക്കൊരു ഫോക്കസ് കിട്ടാത്ത അവസ്ഥ ഇന്നത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു ഫോക്കസ് കിട്ടാത്തൊരവസ്ഥ. മനസ്സിനെ ഒരൊറ്റ ദിശയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യോഗ സഹായിക്കുമോ? അത് യോഗ ആചാര്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉറപ്പ് കൊടുക്കാൻ പറ്റും? പൂർണ്ണമായിട്ടും ഉറപ്പ് കൊടുക്കാൻ സാധിക്കും. ഒന്ന് എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ, കൂടാതെ ധാരാളം ആളുകൾ നമ്മൾ യോഗ പരിശീലിപ്പിച്ചിട്ട് അനുഭവമുണ്ട്. കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരും. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അതിന് യോഗശാസ്ത്രം പറയുക ധാരണ എന്നാണ് പറയുക, കോൺസെൻട്രേഷൻ, ഏകാഗ്രത. ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ മനസ്സെന്താ ഇന്ദ്രിയങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നാനാ വിഷയങ്ങളിലേക്ക്. അതിന് അറ്റാച്ച്മെൻറ്റ്. അവിടെ നമ്മുടെ മനസ്സിന് ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ധാരണ എന്ന് പറഞ്ഞ അവസ്ഥയായി, ഏകാഗ്രതയായി. അപ്പോൾ ഉദാഹരണം നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും ശ്രദ്ധിക്കാൻ പറയുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു മഴ പെയ്യുന്ന ശബ്ദം മാത്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം, കിളികളുടെ ശബ്ദം, അത് മാത്രം കേട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ സപ്തസ്വരം
ഏതെങ്കിലും ഒരു വസ്തുവിൽ ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചോ, ഇതിന് നമ്മൾ ഏകാഗ്രത എന്ന് പറയുന്നത്, ധാരണ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മുടെ മനസ്സിന് ഒരു പിൻ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ധ്യാനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ്, ധ്യാനമാണ്. അപ്പോൾ ധാരണ എന്നുള്ള സ്റ്റേജ്, ഏകാഗ്രത, അത് ലഭിക്കാൻ യോഗ വളരെ സഹായിക്കും. ഈ കാലഘട്ടത്തിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ക്രിയയോഗയെക്കുറിച്ചിട്ട്. ക്രിയയോഗ എന്ന് പറഞ്ഞത് ഇതൊരു ആത്മീയമായ സ്പർശമുള്ള ഒരു പരിശീലന ക്രമമാണത്. ഏതൊരു വ്യക്തിയിലും, അതായത് നമ്മുടെ ഏറ്റവും താഴെ ഭാഗത്ത് മൂലാധാരം എന്നൊരു കേന്ദ്രമുണ്ട്, പ്രാണിക് സെൻ്ററാണ്. അതിൽ കുടികൊള്ളുന്ന ഒരു ശക്തി വിശേഷം, അതിനാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികളിലുണ്ട്. ഈ ഒരു ശക്തി വിശേഷത്തെ അവിടുന്ന് ഉണർത്തി 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 നമ്മുടെ ഉയർന്ന് മൂർധാ വരെ ക്രൗൺ ചക്ര എന്ന് പറയും, അവിടേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം ആണ്. അതാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മൾ നേരത്തെ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി, മോക്ഷം, അതിലെത്തുകയാണ് ആത്യന്തിക ലക്ഷ്യം. അപ്പോൾ അതിൽ എത്താൻ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും, സാധാരണ ലളിതമായ കാര്യം ചെയ്താലും കാലം കുറേ പിടിച്ചെങ്കിലും അത് എത്തിക്കുള്ളൂ. പക്ഷെ ക്രിയയോഗം ചെയ്യുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ഈ ശക്തിവിശേഷത്തെ ഉയർന്ന തലത്തിൽ എത്തിക്കാൻ സാധിക്കും. അതിൽ ചില ടെക്നിക്കാണ്. അതിൽ ആസനാസ് വരുന്നുണ്ട്, പ്രാണായാമം വരുന്നുണ്ട്, മുദ്ര വരുന്നുണ്ട്, ബന്ധം വരുന്നുണ്ട്. അങ്ങനെ പരിശീലിക്കുന്ന പരിശീലനക്രമമാണ് ക്രിയയോഗ. സമയമെടുക്കും, നല്ല താല്പര്യമുള്ള ആൾക്ക് ശീലിക്കാൻ പറ്റുന്നതാണ്. അതിനു വേണ്ടി കുറച്ച് സമയം, നല്ല കഠിനമായ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രം അത് പരിശീലിക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നൊരു പരിശീലനക്രമമാണ് ക്രിയയോഗ. സർ, ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ് ഈ വരുന്ന ശനിയാഴ്ച, ജൂൺ 21. നമ്മുടെ പ്രേക്ഷകർക്ക് സാറിൻ്റെ ഭാഗത്തുനിന്ന്, അഥവാ 40 വർഷത്തോളം ഈ ഒരു മേഖലയിൽ അത്രത്തോളം എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിരാമൻ സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സന്ദേശം എന്താണ്? യോഗ ഡേ 21-ാം തീയതി, അത് അടുത്ത ദിവസത്തിൽ നമ്മൾ പൊതുവായ ഒരു സന്ദേശമുണ്ട് ഭാരതത്തിൻ്റെ, 1 എർത്ത് 1 ഹെൽത്ത്. അത് പൊതുവെ സന്ദേശമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിത്യജീവിതത്തിൽ ഒരു ചെറിയ സമയം നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നീക്കി വെക്കുക, സ്ഥിരമായി പരിശീലിക്കുക, ജീവിതം സമ്പൽ സമൃദ്ധമാക്കി തീർക്കുക. ഓക്കെ, താങ്ക് യു സർ. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള, ഇന്നത്തെ തലമുറ നിർബന്ധമായും കണ്ടിരിക്കേണ്ട, കേട്ടിരിക്കേണ്ട ഒരുപാട് ഇൻഫർമേഷനാണ് നമ്മുടെ ഉണ്ണിരാമൻ സാറ് ഇന്ന് ജീവാപോഡുമായിട്ട് പങ്കുവെച്ചത്. നമ്മളുമായിട്ട് ഇത്ര നേരം സമയം ചെലവഴിച്ച ഉണ്ണിരാമൻ സാറിന് നന്ദി. നമസ്തേ.